സ്തോത്രം. നമുക്കെല്ലാം നമ്മുടെ തലകളെ വണക്കാം. അപ്പച്ചനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കടന്നു വന്ന എല്ലാവരും മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഒരല്പസമയം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ കൂടി വന്നിരിക്കുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ആമേൻ. അപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു അപ്പച്ചാ. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി സ്തോത്രം, എല്ലാ നന്മകൾക്കുമായി നന്ദി അപ്പച്ചാ. കർത്താവേ, അപ്പാ, ഈ ഒരു സമയം, ഈ ഒരു പകൽക്കാലം കർത്താവ്, ഈ വിശുദ്ധ പകൽക്കാലം, ഈ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒന്നിച്ച് അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കൂടി വരുവാൻ എൻ്റെ അപ്പ ഞങ്ങൾക്ക് തന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പാ. അപ്പാ കർത്താവേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന അപ്പച്ച. അവരെല്ലാം ഓരോരിടങ്ങളിൽ നിന്ന് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ആരെങ്കിലും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ദൈവം കൂട്ടിക്കൊണ്ടുവരുത്തുമാറാണമേ. ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തുവാൻ, ഒന്നിച്ച് അങ്ങയുടെ നാമത്തെ സ്തുതിപ്പാൻ, നന്ദി പറയുവാൻ ദൈവം സഹായിക്കുമാറാണമേ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, ഏകാഗ്രതയോടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ അപ്പ. അപ്പ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു അപ്പ. കഴിഞ്ഞ ആഴ്ച മാത്രമല്ല, ഒരു മാസം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഈ ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവിൻ്റെ പാദപീഠത്തിൽ നന്ദിയോടെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണേ അപ്പ. എന്നോടൊപ്പം നിൽക്കുന്ന കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ വർഷിപ്പ് ടീമിനെ പ്രാർത്ഥിക്കുന്ന, മീഡിയ ടീമിനെ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ ഗൈഡ് ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ ഇന്ന് ഈ പലകാലം ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ കർത്താവേ, ഏറിയ ബലത്തോടെ, ഏറെ ശക്തിയോടെ, ഏറെ ആത്മീക സാന്നിധ്യത്തോടെ കർത്താവെ മടങ്ങുവാൻ ദൈവം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ദൈവം അങ്ങ് തന്നെ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവം അങ്ങ് സഹായിക്കണം. പ്രാർത്ഥന യാചിക്കേണ്ട പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. Can I get a hallelujah? Hallelujah. Amen. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണല്ലേ. ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ച, ഒരു മാസം നമ്മളെ വിട്ട് കടന്നുപോയി. ഈ ഒരു ഫസ്റ്റത്തെ സൺഡേ എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ജീവനോട് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ അപ്പച്ചനെ സ്തുതിപ്പാൻ, നമ്മുടെ അപ്പനെ ആരാധിപ്പാൻ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് വരുത്തി. അമേൻ, ഹല്ലേലൂയ, അമേൻ. നമ്മൾ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് ഈ ഒരു ഇംഗ്ലീഷ് ഗാനം നമുക്ക് കർത്താവിനെ പാടി നന്ദിയോടെ, അമേൻ. മറ്റൊന്നും ആലോചിക്കണ്ട. നമ്മുടെ ഈ ഭാരങ്ങളും പ്രയാസങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അതെല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ വെച്ച് ഏകാഗ്രതയോടെ, അമേൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. For your mercy never fails me.
സമയത്തും എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു. അമേൻ. ആൻഡ് ഐ വിൽ സിങ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. അമേൻ. എനിക്കറിയാം എല്ലാവർക്കും ഇവിടെ ഒത്തിരി അനുഭവങ്ങളുള്ളവരായിരിക്കും, ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. അമേൻ. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകത്തില്ല. അമേൻ. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സാക്ഷ്യം പറയാം. ഞാൻ എൻ്റെ പഠന സമയത്ത് എൻ്റെ +2 കഴിഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളൊരു സംഭവം. ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ എക്സാം എഴുതി, കിട്ടിയില്ല. ഒന്നും നോക്കിയില്ല, നേരെ റിപ്പീറ്റിന് കയറി പഠിച്ചു. 1 വർഷം എക്സ്ട്രാ പഠിച്ചു. ഭയങ്കര പ്രതീക്ഷയായിരുന്നു കിട്ടും എന്നുള്ളത്. മാനുഷികമായ രീതിയിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച സംഭവമായിരുന്നു. എക്സാം എഴുതി, കിട്ടിയില്ല. മെൻ്റലി ഒത്തിരി ഞാൻ ഡൗൺ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് പറയുക, ഒത്തിരി ഞാൻ ഡൗൺ ആയിപ്പോയി. എന്തെങ്കിലുമൊക്കെ എഴുതി, പക്ഷേ എങ്കിലും കിട്ടിയ റാങ്കിൽ എന്തെങ്കിലുമൊക്കെ വരും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഓരോ സ്ഥലത്ത് അഡ്മിഷൻ എടുക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഓരോ അഡ്മിഷൻ കിട്ടാൻ തുടങ്ങി. കോളേജിൽ എല്ലാം സീറ്റ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം. ഞാൻ എല്ലാ രീതിയിലും എൻ്റെ എല്ലാ വഴികളും അടഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനൊരു ദിവസം ഞാൻ വിചാരിച്ചു, മതി, ഇനി വിട്ടേക്കാം. അടുത്ത ദിവസം തൊട്ട് ഞാൻ എന്തെങ്കിലും ചെറിയ ഡിഗ്രിയുടെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് എടുക്കാം, വെറുതെ എന്തിനാ. ഞാൻ അന്ന് അങ്ങനെ വിചാരിച്ച അന്ന് രാത്രിയിൽ എൻ്റെ മമ്മീൻ്റെ ഒരു ഫാമിലി മെമ്പർ, ഞാൻ അന്ന് ആദ്യമായിട്ടാണ് പുള്ളിക്കാരനെ കാണുന്നത്. അന്ന് ആദ്യമായിട്ട് പുള്ളി പെട്ടെന്ന് ആ കോള് വന്നു, വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, പുള്ളി വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി പുള്ളി എന്നോട് സംസാരിച്ചു. പുള്ളി എൻ്റെ എല്ലാ കാര്യങ്ങളും കേട്ടു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുവാണല്ലോ. പുള്ളി കേട്ടിട്ട് പുള്ളി ചോദിച്ചു, ഫാമിലിയിൽ നിന്നൊരു കോഴ്സ് അറിയാവോ? ഞാൻ അന്ന് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അത് കേൾക്കുന്നത്. പുള്ളി പറഞ്ഞു 6 years കോഴ്സ് അങ്ങനെയൊക്കെ. ഞാൻ ചോദിച്ചു, ദൈവം ഇത്രയും കാലം ഈ പുള്ളി എവിടെയായിരുന്നു? എന്താ പുള്ളി ഇത്ര കുറച്ച് നേരത്തെ വന്നിരുന്നത്? ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ എല്ലാ പ്രതീക്ഷകളും സ്റ്റോപ്പായി നിൽക്കുന്ന സമയത്ത് പുള്ളി കയറി വരുന്നത്. പപ്പ ഒരു കാര്യം പറഞ്ഞു എൻ്റെ അടുത്തടി, എല്ലാവർക്കും മറ്റുള്ളവർക്ക് ചിലപ്പോൾ എല്ലാം ടക്ക് 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 എന്നെല്ലാം പെട്ടെന്ന് കിട്ടിയെന്ന് വരും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് ചിലപ്പം ദൈവം എല്ലാം ക്ലോസ് ചെയ്യും. എല്ലാം ക്ലോസ് ചെയ്തിട്ട് ദൈവം 4ാം യാമത്തിൽ ദൈവം നമുക്കൊരു വാതിൽ ദൈവം തുറക്കും. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ അത് ഏറ്റവും ബെസ്റ്റായിരിക്കും. ആമേൻ. എനിക്ക് അഡ്മിഷൻ കിട്ടി. എന്നിട്ട് വേറെ ഫാമിലിക്ക് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. ഭയങ്കര സംഭവമായിട്ടെല്ലാം കയറി. ഫസ്റ്റ് ഇയറിൽ അങ്ങനെ കയറി. നമ്മളപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. ദൈവം എന്നെ കറക്റ്റ് അവിടെ പിടിച്ചു. അതായത് നമ്മുടെ മാനുഷിക നിലയിൽ നമ്മൾ ഉയരുന്നു എന്ന് തോന്നുമ്പോൾ കറക്റ്റ് ദൈവത്തിന് ആവശ്യമുള്ളവരെ ദൈവമാണ് പണിയുന്നത്. ദൈവമാണ് നമ്മളെ മോൾഡ് ചെയ്യുന്നത്, നമ്മുടെ രീതിക്കല്ല. സോ ദൈവം മോൾഡ് ചെയ്യുമ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് എവിടെന്നേലും ഒരു ഇത് വന്നാൽ കറക്റ്റ് ദൈവം പിടിക്കും. ഫസ്റ്റ് ഇയറിൽ തന്നെ ദൈവം ശരിക്കും എന്നെ ഇട്ടങ്ങ് കുടഞ്ഞു എന്ന് പറഞ്ഞാൽ ഗേൾസിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് ഞാൻ ലാസ്റ്റായിരുന്നു പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. കംപ്ലീറ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, ഒരു സബ്ജക്റ്റും കൂടെ എന്നെ പോയായിരുന്നെങ്കിൽ 1 year ഞാൻ ബാക്കായി പോയേനെ. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. അതായിരുന്നു ദൈവത്തിന് എന്നെ കൊണ്ട് മനസ്സിലാക്കണ്ടേ. നിന്നെ കൊണ്ടത് പറ്റത്തില്ല, പക്ഷേ എല്ലാം സാധ്യമാക്കുന്നൊരു ദൈവം നിന്നോട് കൂടി ഉണ്ടെന്നൊരു ബോധ്യം വരുത്താൻ വേണ്ടി അവിടുന്ന് ദൈവം എന്നെ പണിതു. സ്റ്റെപ്പ് ബൈ പണിതു. ആ 6 years കംപ്ലീറ്റ് ആക്കുമ്പോൾ 30 പേരായിട്ടാണ് ഞങ്ങൾ എൻ്റെ ബാച്ചിൽ കയറിയത്. ഇറങ്ങുമ്പോൾ 17 പേരാകെ ഇറങ്ങുന്നത്. ആ 17 പേരിൽ ഒരാളായിട്ടും ഞാനുണ്ടായിരുന്നു. ദൈവം എന്നെ നിർത്തി. അമ്മേൻ. അവിടുന്ന് എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ടായിരുന്നുള്ളൂ, എൻ്റെ യേശുബച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് മറ്റൊന്നും പുകഴാനുണ്ടായിരുന്നില്ല. ദൈവം എൻ്റെ കംപ്ലീറ്റ് അടച്ചു കളഞ്ഞിട്ട് ഒറ്റ കാര്യം പറയുള്ളൂ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട് അവിടെ ദൈവം എന്നെ എത്തിച്ചു. അമ്മേൻ. അതുകൊണ്ട് മമ്മി എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, ബാക്കി എല്ലാവരും പറയുമ്പോൾ ഞാൻ പഠിച്ചു, ഞാൻ എത്തി, പക്ഷെ നമുക്കൊരു സാക്ഷ്യം പറയുമ്പം നോ, എൻ്റെ അപ്പൻ്റെ കൃപയാൽ ഞാൻ ഇവിടം വരെ എത്തി. അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും ദൈവം. അമ്മേൻ. ഹല്ലേലൂയ. അമ്മേൻ. ദൈവം എത്ര നല്ലവനാണ്. അമ്മേൻ. ഹല്ലേലൂയ. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ എൻ്റെ യേശു മാത്രം എനിക്ക് മതി. അമ്മേൻ. ആ ഒരു പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ അമ്മേൻ, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അമ്മേൻ,
ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ലോകത്തിൽ ഈ ലോകത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ബൈബിളിൽ ഒരു വാക്യമുണ്ടല്ലോ, സങ്കീർത്തനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനാവുന്നു. അമ്മേൻ, ഹല്ലേലൂയ. ആ വാക്യത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? അമ്മേൻ, എൻ്റെ കർത്താവ് മാത്രം എനിക്ക് മതി. ഹല്ലേലൂയ. യേശു മാത്രം മതി അപ്പ. ഹല്ലേലൂയ. നമുക്ക് ഈ പാട്ട് പാടാം. യഹോവ ഇരെ ദാതാവാൻ ദൈവം, നീ മാത്രം മതി അപ്പച്ച, നീ മാത്രം മതി. മറ്റൊന്നിലും എനിക്ക് ആശ്രയം വേണ്ട, നീ മാത്രം. ഹല്ലേലൂയ.
ആശ്രയിപ്പാൻ നീ നിങ്ങൾ ഇടയാക്കരുതേ അപ്പാ. ഹല്ലേലൂയ ജീസസ്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണല്ലോ. എൻ്റെ ഫാമിലി കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴും പിന്നെയും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയി. പഠിത്തം കഴിഞ്ഞു. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഓരോ ഇടങ്ങളിൽ ജോലി കിട്ടാൻ തുടങ്ങി. എല്ലാവരും ഓരോ സ്ഥലത്ത് മെല്ലെ മെല്ലെ കയറാൻ തുടങ്ങി. അവിടെയും അഗെയിൻ ലാസ്റ്റ് ഞാനായി. എനിക്ക് മാത്രം എവിടെയും കിട്ടുന്നില്ല. പപ്പയും മമ്മിയും പിന്നെയും അവർ ഡെസ്പായി. പക്ഷേ എങ്കിലും അവർ ഓൾറെഡി ഒരു അനുഭവം ഉണ്ടായല്ലോ. അപ്പം അറിയാം ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന്. പക്ഷെ മാനുഷിക നിലയിൽ എല്ലാവർക്കും കിട്ടി. ബട്ട് വൈ മീ? എന്തുകൊണ്ട് ഞാൻ മാത്രം എപ്പോഴും ലാസ്റ്റ് ആവുന്നതിനും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ആമേൻ. കാരണം ദൈവം നിനക്ക് വേണ്ടി നല്ലതൊന്നും മുൻകരുതിയിരിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും കൊടുക്കുന്നില്ല. ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്തു. ഇവിടുന്ന് ഈ PSG ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നപ്പോഴും സാധാ പോകുന്ന പോലെ പോയി. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ കിട്ടണം എന്നൊക്കെ. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ, എൻ്റെ ആഗ്രഹത്തിൻ്റെ 10 മടങ്ങ് ഉപരിയായിട്ട് ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു. അമ്മേൻ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ അന്ന ജെയിംസ് ഇവിടെ ഇരിപ്പുണ്ട്. അവൾക്കറിയാം എത്ര ബെസ്റ്റ് പ്ലേസിലാണ് ദൈവം ഞങ്ങൾക്ക് വഴി തുറന്നു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തുറക്കുന്ന വഴികൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും നമ്മൾ നനയ്ക്കുന്നതിലും ഏറ്റവും ബെസ്റ്റായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ മാനസികമായി നമ്മുടെ സമയത്ത് നടക്കണം, നമ്മുടെ രീതിയിൽ അതെല്ലാം നടക്കണം. പക്ഷേ കാത്തിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന അതിലത് ഏറ്റവും മനോഹരമായിരിക്കും. നമുക്കതൊന്നും പറയാനുണ്ടാകത്തില്ല. നമ്മൾ ബൈബിളിൽ വാക്യം പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനം 118:8-9. നീ മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അമേൻ. അങ്ങനെ ആശ്രയിച്ചാൽ നിൻ്റെ എല്ലാ അസാധ്യമായെന്ന് തോന്നുന്ന കാര്യങ്ങളും ദൈവം നമുക്ക് സാധ്യമാക്കി തരുന്ന ഒരു അപ്പനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ പാദത്തിൽ എഴുന്നേറ്റ് നിന്ന് ഈ പാട്ട് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ. കൂടെയുള്ളതാ.
സകലത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. വസ്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. വസ്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി
Abba. Hallelujah. Amen. Hallelujah. Stotram, stotram. Amen. You know the song Christ is enough for me. എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും? Christ is more than enough for me. He is sufficient for me. എൻ്റെ എത്ര കുറവുകളുണ്ടെങ്കിലും, എനിക്ക് എത്ര ബലഹീനതകളുണ്ടെങ്കിലും, ആ ബലഹീനതകളിലെല്ലാം വന്ന് ക്രിസ്തുവിന് വന്ന് നിറയാൻ കഴിയും. ആമേൻ. നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളാവാൻ കഴിയത്തില്ല. പക്ഷെ നിൻ്റെ ആ എംപ്റ്റി ആകാത്ത, ഫില്ലാകാത്ത പാത്രം, ആ പാത്രത്തിൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റുമെങ്കിൽ, ആമേൻ ആമേൻ, നീ ആരാണ്, നമ്മൾ ആരാണെന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ക്രിസ്തു, ആ ക്രോസ്, ഹല്ലേലൂയ, നമ്മൾ വഹിക്കാൻ റെഡിയാണെങ്കിൽ ആ ക്രിസ്തു നമ്മളിൽ വന്ന് ഫില്ല് ചെയ്യും. ഹല്ലേലൂയ. ഹി ഈസ് മോർ ദാൻ ഇനഫ് ഫോർ മീ. ആമേൻ. ഹല്ലേലൂയ. ക്രൈസ്റ്റ് ഈസ് ഇനഫ് ഫോർ മീ. ഹല്ലേലൂയ. ജീസസ്. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. Everybody together. No turning back, no
turning back. I have decided to follow Jesus. No turning back, no turning back. I have decided to follow Jesus. No turning back, no turning back. Oh, decided to follow Jesus. No turning back, no turning. Come on, lift up your voice and sing it out loud. The cross Before me, the world behind me. no turning back, No turning back. Oh, the cross before me, the world behind me. No turning back, no turning back. Father Lord, we thank you. We thank you for your awesome presence in our midst. We thank you that you have given us this privilege to be in your presence, O Lord. Hallelujah. I want everyone to open up your hands. Stretch your hands. Every one of you. Stretch your hands. Stretch both your hands. Just like how I kept it. Just stretch it. Lord. And say this prayer with me. Lord, I've come to receive. And I want to receive which is in store with you, because the cross is before me and the world is behind me, and I will never turn back, and I will look to Jesus, who is the author and finisher of my faith. Father, we give you all the praise and glory in Jesus' name. Amen, 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 amen. Please be seated.